മലമ്പുഴ എം.എൽ.എ. എ. പ്രഭാകരൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മരുത റോഡിനെ ഇനി നയിക്കുക അധ്യാപികയായ സൗമ്യ വിനീഷ്. ക്യാമറമാൻ അക്ഷയ് ഹരിഹറിനൊപ്പം പാലക്കാട് നിന്നും UTV ന്യൂസ് ചീഫ് രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. മരുത റോഡ് 20-ാം വാർഡ് കുറ്റിപ്പറമ്പിൽ നിന്നും വിജയിച്ചാണ് സൗമ്യ വിനീഷ് പഞ്ചായത്ത് പ്രസിഡന്റായത്. 6 പതിറ്റാണ്ടിലേറെ നീണ്ട LDFന്റെ കുത്തക ഭരണം അവസാനിപ്പിച്ചാണ് കോൺഗ്രസിന്റെ ചരിത്ര നേട്ടം. മുൻ മണ്ഡലം പ്രസിഡന്റും എക്കാലത്തും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പോലും ബഹുമാനത്തോടെ കാണുന്ന കെ ദാമോദരൻ നായർ എന്ന VK ധറിന്റെ സഹോദര മകളാണ് സൗമ്യ. VK ധറിന്റെ തയ്യൽക്കടയിൽ പലപ്പോഴും AK ആന്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും സന്ദർശനം നടത്താറുണ്ടായിരുന്നു. അന്ന് അവരൊക്കെ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളായിരുന്നു. AK ആന്റണി കേന്ദ്രമന്ത്രിയായപ്പോൾ പാലക്കാട് പാർവതി കല്യാണ മണ്ഡപത്തിൽ സ്വീകരണമൊരുക്കി. സദസ്സിന്റെ മുൻനിരയിൽ ഭിന്നശേഷിക്കാരനായ VK ധറും ഉണ്ടായിരുന്നു. പ്രസംഗത്തിനൊടുവിൽ AK ആന്റണി ഇങ്ങനെ മൊഴിഞ്ഞു: ഓരോ പ്രവർത്തകരും ആദർശശുദ്ധിയുള്ളവരായിരിക്കണം. അതിനെനിക്ക് പറയാനുള്ളത് ഇതാണ്: എന്റെ മുന്നിലിരിക്കുന്ന കെ ദാമോദരൻ നായരെ മാതൃകയാക്കിയാൽ മാത്രം മതി. വലിയച്ഛന്റെ രാഷ്ട്രീയ വിശുദ്ധി നോക്കിക്കണ്ടാണ് സൗമ്യ വളർന്നത്. അവിവാഹിതയായ CK ധർ വർഷങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ച ശേഷമായിരുന്നു സൗമ്യ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിനെത്തിയത്. KSU സംസ്ഥാന സെക്രട്ടറി ഗൗജ വിജയകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജു സത്യൻ, യൂത്ത് കോൺഗ്രസ് മലമ്പുഴ മണ്ഡലം സെക്രട്ടറി ഷൈജു കൊശക്കുഴി, മണ്ഡലം പ്രസിഡന്റ് അബു താഹിർ, P. മുരളി എന്നീ യുവനിരയും വിജയിച്ചവരുടെ പട്ടികയിലുണ്ട്. 3-ാം തവണ വിജയിച്ച M. സജിത്താണ് വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റ് സൗമ്യ വിനേഷ്, വൈസ് പ്രസിഡന്റ് M. സജിത്ത്, ഷൈജു സത്യൻ എന്നിവർ കല്ലേപ്പുള്ളി PAMM UP സ്കൂളിൽ ക്ലാസ്മേറ്റ് ആയിരുന്നു. കൂട്ടാല വീട്ടിൽ K. പങ്കജാക്ഷന്റെയും വിജയത്തിന്റെയും മകളാണ് സൗമ്യ വിനേഷ്. UDF മരുത റോഡ് മണ്ഡലം ചെയർമാനും മലമ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് അംഗവുമായ വിനേഷ് S. കുമാറാണ് സൗമ്യയുടെ ഭർത്താവ്. സൗമ്യയുടെ പഞ്ചായത്തിലേക്കുള്ള തുടർച്ചയായ 4-ാം വിജയമാണിത്. കൊട്ടേക്കാട് കാളിപ്പാറ VKNM UP സ്കൂൾ അധ്യാപികയായിരുന്നു. മഹിളാ കോൺഗ്രസ് മലമ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ വിനേഷ് വിജയത്തെക്കുറിച്ചും ഭാവി പരിപാടിയെക്കുറിച്ചും UTVയോട് വിശദീകരിച്ചു. 21 അംഗങ്ങളാണ് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിരിക്കുന്നത്. 60 വർഷത്തിന് ശേഷമാണ് നമുക്ക് മരുത റോഡ് ഗ്രാമപഞ്ചായത്ത് നമുക്ക് UDFന് ഭരണം കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിലേറിയിരിക്കുന്നത്. അതിൽ ഒരുപാട് കാഴ്ചപ്പാടുകൾ നമുക്ക് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിനെ പറ്റി ഒരുപാട് കാഴ്ചപ്പാടുകൾ നമ്മുടെ ഈ ഭരണസമിതിക്ക് ഉണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിൽ മാലിന്യ സംസ്കരണം, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളുടെ നവീകരണം, കുടിവെള്ള പ്രശ്നം, ഇതൊക്കെ നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ കരാറുകാരന്മാരുടെ യോഗം വിളിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളൊക്കെ ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി കുടിവെള്ളക്ഷാമവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മെമ്പർമാരും ഉൾപ്പെടുന്ന ഒരു ടീം ഇന്ന് വാട്ടർ അതോറിറ്റിയിൽ പോയി അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. വരാൻ പോകുന്ന കുടിവെള്ളക്ഷാമം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള പ്രതിവിധി നമ്മളിന്ന് സംസാരിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിനും കൃത്യമായൊരു സംവിധാനത്തിലൂടെ പോയി മാലിന്യ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വേണ്ട നടപടിയിലൂടെയും നമ്മുടെ ഭരണസമിതി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അതെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കി മികച്ച ഒരു ഭരണം കാഴ്ചവെക്കാനാണ് നമ്മുടെ ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിക്കൊണ്ട് വരികയാണ്. എല്ലാവരുടെയും മരുത റോഡ് പഞ്ചായത്തിലുള്ള എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഞാൻ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ M. സജിത്താണ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. 3-ാമത്തെ വിജയത്തിലാണ് വൈസ് പ്രസിഡന്റായത്. പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തതിലൂടെ മികച്ച ഭരണം കാഴ്ചവെക്കാനും കോട്ട തകരാൻ കാരണം കണ്ടെത്താനുമുള്ള പരിശ്രമത്തിലാണ് UDFും LDFും. UTV ന്യൂസ്, പാലക്കാട്.